നമ്മുടെ ഒരു വർക്കിംഗ് ഡേ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കിയാണ്. മൊസ്കിറ്റോ ഫ്രെയിം, പ്ലീറ്റഡ് സ്ലൈഡിങ് മൊസ്കിറ്റോ ഫ്രെയിം ചെയ്തതിൻ്റെ അതിൻ്റെ അനുബന്ധ സാധനങ്ങളാണിത്. ഇതിപ്പോൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ആ സൈഡിലേക്ക് മാറ്റി വെക്കും. ഇന്ന് വേറെ കുറച്ച് പേടിയുണ്ട്. ഇന്ന് കുറച്ച് റോളർ ബ്ലൈൻഡ് കട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ അതിൻ്റെ റോളാണ് നമ്മൾ കാണുന്നത്. ഗ്രേ കട്ട് ചെയ്യാനുണ്ട്, വേറെ 1-2 കളർ കട്ട് ചെയ്യാനുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഇത് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക്കാണ് കേട്ടോ. എക്സ്റ്റീരിയൽ യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. ഇത് നമ്മുടെ ഏറ്റവും പുതിയ ന്യൂ ഷെയ്ഡും, അത് നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ് കേട്ടോ. ആ ന്യൂ ഷെയ്ഡ് ഫാബ്രിക്കിൻ്റെ 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ ഷിയർ കട്ടർ ഇട്ടിട്ട് അകത്ത് റോളർ കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് പ്രിൻ്റ് അടിച്ച് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യാൻ പോകും കേട്ടോ. ആ കട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. കുറച്ച് ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. നമ്മൾ ആദ്യം അതിൻ്റെ മട്ടമൊക്കെ നോക്കി അത് കറക്റ്റ് മെഷർമെൻ്റ് ആണെന്ന് ചെക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്ലാസ് ടേബിളാണ് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത പീസിൽ മുകളിലൊരു പൈപ്പും താഴെ ബോട്ടം പീസ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ സ്ട്രിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സ്ട്രിപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് റോളായിട്ട് എടുക്കാൻ കിട്ടും. ഇതിപ്പോൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് എക്സ്റ്റീരിയർ യൂസിന് വേണ്ടിയാണ്. ഈ കാറിൻ്റെ പാർക്കിങ്ങിലൊക്കെ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കാറ്റും മഴയൊക്കെ നല്ലപോലെ കൊള്ളേണ്ട ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹെവി കൺട്രോൾ യൂണിറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതാണ് ആ സിസ്റ്റം. ഇവിടെ റിപ്പിളിൻ്റെ വർക്കും ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിപ്പുണ്ട്. 2 ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഉച്ചയായപ്പോൾ നമുക്ക് സൈറ്റ് വന്നു കേട്ടോ. ആ സൈറ്റാണ് ഈ കാണുന്നത്. ഈ വീട്ടിൽ നമുക്ക് കുറച്ച് ഫിറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തു നിന്നപ്പം അത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു കൊച്ചു വീട് കണ്ടു കേട്ടോ. എന്താ ഒരു ഭംഗി എന്നറിയോ. ഒരു 90s കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയ ഒരു കുഞ്ഞു വീട്. നമുക്കിനി വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ലിവിങ് സ്പേസ്. ഇത് അപ്പുറത്ത് കാണുന്ന ഡൈനിങ്ങിൻ്റെ സ്പേസാണ്. അപ്പോൾ ഈ രണ്ടിടത്ത് നമുക്ക് വർക്ക് വരുന്നത്. ഇത് വർക്കിന് മുമ്പുള്ള വ്യൂ ആണ്. നമ്മൾ ഫോമൊക്കെ വിരിച്ച് നമ്മുടെ സാധനങ്ങളും സാമഗ്രികളൊക്കെ നമ്മൾ സേഫായിട്ട് വൃത്തിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു വ്യൂ ആയി കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കാണാം. അങ്ങനെ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നൊരു പാറ്റേൺ ഉണ്ട് ഈ കാണുന്നത്. മിക്ക ക്ലയൻസും ഒരു പ്രീമിയം കാറ്റഗറി എന്നും പറഞ്ഞ് സെലക്ട് ചെയ്യുന്നതാണ്. ഈ ഫ്രണ്ടിൽ ഷിയറിൻ്റെ റിപ്പിൾ കട്ടറും അകത്ത് നമ്മുടെ കണ്ട ന്യൂ ഷെയ്ഡിൻ്റെ റോളർ ബ്ലൈൻഡ്സ് അകത്തുണ്ട് കേട്ടോ. കാണിച്ചു തരാമേ. പിന്നെ 2 ലെയർ കർട്ടൻ വന്ന് ഒത്തിരി ബൾക്കി ആവണ്ട എന്ന് ക്ലയൻറ്റ് പറഞ്ഞുകൊണ്ടും കൂടിയാണ് 1 ലെയർ കർട്ടനും അകത്ത് അങ്ങനെ റോളർ ബ്ലൈൻഡും ആക്കിയേക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫംഗ്ഷൻ കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ 3 ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ റോളർ അങ്ങനെ പൊക്കി വെച്ച് കർട്ടൻ മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. പുറത്തെ സീനറിയൊക്കെ കാണുകയും ചെയ്യാം. എന്നാൽ അതല്ല, നമുക്ക് വെളിച്ചം കയറണം, എന്നാൽ ചെറിയൊരു പ്രൈവസിയും കിട്ടണമെന്നുണ്ടെങ്കിൽ ആ റോളർ പൊക്കി വെച്ച് കർട്ടൻ മാത്രം ഇട്ടാൽ മതി. നമുക്ക് പ്രൈവസി വേണം എന്നുള്ളപ്പോൾ മാത്രം ഈ റോളർ ബ്ലൈൻഡ് ഇങ്ങനെ താത്തിയിട്ടാൽ മാത്രം മതി. വേണമെങ്കിൽ കർട്ടൻ ക്ലോസ് ചെയ്യാം, കർട്ടൻ ക്ലോസ് ചെയ്തിരിക്കാം. ആ റോളർ വന്നു കഴിയുമ്പം നമ്മുടെ പ്രൈവസി അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.